എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ എന്നും വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304928062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. ഇനി നിങ്ങൾ അന്വേഷിക്കുന്ന ജോലി ഈ വീഡിയോയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലിയാണ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളത് നോക്കിയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതൊരു ജോലി നേടുവാനും ഒരു മികച്ച CV ആവശ്യമാണ്, അത്യാവശ്യമാണ്. നിങ്ങളുടെ കയ്യിലൊരു മികച്ച CV ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്കൊരു മികച്ച CV ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും. അന്വേഷിക്കുന്ന കൂട്ടുകാരോ ഫാമിലി മെമ്പേഴ്സോ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്ക് ജോലി ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോട്ടേക്ക് കസ്റ്റമർ അസോസിയേറ്റ് ആയിട്ട് ഒരു പുരുഷനെ ആവശ്യമുണ്ട്. 30 വയസ്സിന് താഴെ പ്രായമുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള യുവാവിനെയാണ് ആവശ്യമുള്ളത്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. 19,500 രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. ഇൻസെൻറ്റീവും അതേപോലെ തന്നെ ട്രാവൽ അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ തൊണ്ടയാട്ടേക്കാണ്. എക്സിക്യൂട്ടീവ് ടാലൻറ്റ് അക്വിസിഷൻ പോസ്റ്റിലേക്ക് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട്. MBA ഹോൾഡർ ആയിട്ടുള്ള മിനിമം 2 വർഷത്തെ റിക്രൂട്ട്മെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത്. മികച്ച സാലറി ഉണ്ടായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലേക്കാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് MIS എക്സിക്യൂട്ടീവായിട്ട് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 20,000 രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. അടുത്ത വേക്കൻസി വരുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നത്തേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വേക്കൻസി ഉണ്ട്. മിനിമം 1 വർഷത്തെ ഡാറ്റ എൻട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക. 10,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും സാലറി. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ടാലി, എക്സൽ, DTP വർക്കിംഗ് അങ്ങനെയുള്ളതിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി തൊടുപുഴയിലേക്കാണ്. സീനിയർ HR എക്സിക്യൂട്ടീവ്, ഓഡിറ്റ് അസോസിയേറ്റ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട്. സീനിയർ HR എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് MBA ഹോൾഡർ ആയിട്ടുള്ള മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് സെയിം ഫീൽഡിലുള്ള യുവാക്കളെയാണ് ആവശ്യം. അതേപോലെ ഓഡിറ്റ് അസോസിയേറ്റ് ആയിട്ട് പുരുഷനെയാണ് ആവശ്യം. BCom അല്ലെങ്കിൽ MCom പാസ്സായിട്ടുള്ള ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. രണ്ടിലേക്കും മികച്ച സാലറി ഉണ്ടായിരിക്കും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നതും തൊടുപുഴയിലേക്കാണ്. തൊടുപുഴയിലേക്ക് അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ, സീനിയർ അക്കൗണ്ട്സ് മാനേജർ, അതേപോലെ തന്നെ സൂപ്പർവൈസർ, ഗ്രാഫിക് ഡിസൈനർ, ഡ്രൈവേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജറായിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള മിനിമം 3 വർഷം മുതൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള പുരുഷനെയാണ് ആവശ്യം. സീനിയർ അക്കൗണ്ട്സ് മാനേജർ പോസ്റ്റിലേക്ക് MCom അല്ലെങ്കിൽ MBA പാസ്സായിട്ടുള്ള മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ആവശ്യമുള്ളത്. സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള ടെക്സ്റ്റൈൽ സെക്ടറിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം, പുരുഷനെയാണ് ആവശ്യം. ഗ്രാഫിക് ഡിസൈനറായിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള മിനിമം 2 വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ആവശ്യം. ഡ്രൈവേഴ്സ് ആയിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ 4 വീലർ അല്ലെങ്കിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. സാലറി ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാ വേക്കൻസികളിലേക്കും സാലറി കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് തൊടുപുഴയിലേക്ക് തന്നെയാണ്.
നമുക്ക് തൊടുപുഴയിലേക്കും അതേപോലെ തന്നെ കോതമംഗലം, ഇരിഞ്ഞാലക്കുട, കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളായിട്ട് വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് 5 പേരെയാണ് ഈ ഒരു തൊടുപുഴ, കോതമംഗലം, ഇരിഞ്ഞാലക്കുട, കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിലേക്ക് 5 പേരെയാണ് സെക്യൂരിറ്റി ഗാർഡുകളായിട്ട് ആവശ്യമുള്ളത്. 50 വയസ്സിന് താഴെ പ്രായമുള്ള മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ലോക്കൽ ഏരിയ കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതായത് തൊടുപുഴ ഭാഗത്തേക്ക് ആ ഒരു ഏരിയയിലുള്ളവരെയും അതേപോലെ തന്നെ കോതമംഗലം, ഇരിഞ്ഞാലക്കുട, കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിലേക്ക് അതാത് ഭാഗങ്ങളിലുള്ളവരും മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 15,000 രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ഉണ്ടാവുക. അടുത്ത വേക്കൻസി വരുന്നത് തിരൂരിലേക്കാണ്. തിരൂരിലേക്ക് അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു പുരുഷനെ ആവശ്യമുണ്ട്. 15,000 രൂപയായിരിക്കും സാലറി. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. രാവിലെ 9:30 മുതൽ രാത്രി 8:30 വരെയായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും തൊടുപുഴയിലേക്കാണ്. തൊടുപുഴയിലേക്ക് ബ്രാഞ്ച് മാനേജർ, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. ബ്രാഞ്ച് മാനേജറായിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള സെയിം ഫീൽഡിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പുരുഷനെയാണ് ആവശ്യം. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് BCom അല്ലെങ്കിൽ BBA പാസ്സായിട്ടുള്ള ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് മാർക്കറ്റിങ്ങിലുള്ള യുവാക്കളെ പരിഗണിക്കും. എല്ലാ പോസ്റ്റുകളിലേക്കും തൊടുപുഴയിൽ നിന്നും 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. സാലറിയും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലേക്ക് അക്കൗണ്ടൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള BCom അല്ലെങ്കിൽ MCom പാസ്സായിട്ടുള്ള യുവാക്കളെ ആവശ്യമുണ്ട്. 18,000 രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. രാവിലെ 9:30 മണി മുതൽ രാത്രി 8:30 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഫീമെയിലിനെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് വർക്കിംഗ് ടൈമിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ സെയിം വർക്കിംഗ് ടൈം ആയിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക. അടുത്ത വേക്കൻസി വരുന്നത് മഞ്ചേരിയിലേക്കും തിരൂരിലേക്കുമാണ്. സർവീസ് മാനേജറായിട്ട് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് നിർബന്ധമാണ്. 15,000 രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. 20-നും 35-നും ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസിയും വന്നിട്ടുള്ളത് തിരൂരിലേക്ക് തന്നെയാണ്. മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് മൊബൈൽ ആൻഡ് ആക്സസറീസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള 2 യുവാക്കളെ ആവശ്യമുണ്ട്. 15,000 രൂപയായിരിക്കും സാലറി ഉണ്ടാവുക. കൂടാതെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ. അതായത് തിരൂർ ടൗണിൽ നിന്നും 15 അല്ലെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി, നിലവിലുള്ള അടുത്ത വേക്കൻസി മലപ്പുറം ടൗണിലേക്കാണ്. ഒരു 3 സ്റ്റാർ ഹോട്ടലിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ടും അതേപോലെ തന്നെ സർവീസ് സ്റ്റാഫായിട്ടും വേക്കൻസി ഉണ്ട്. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. സർവീസ് സ്റ്റാഫായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. സാലറിയും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. 35 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുമാണ്. അതായത് സ്റ്റോർ മാനേജർ, സൂപ്പർവൈസർ, ക്യാഷ്യർ, സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് FMCG എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ ആവശ്യമുണ്ട്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇൻ്റർപ്രഷണൽ സ്കില്ലും ഉണ്ടായിരിക്കണം. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. ബാക്കി ഡീറ്റെയിൽസ്, സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലേക്ക് അക്കൗണ്ടൻ്റ് ആയിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട്. യുവാക്കളെ പരിഗണിക്കും. BCom പാസ്സായിരിക്കണം. 12,000 രൂപയായിരിക്കും സാലറി. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സാലറിയിൽ മാറ്റമുണ്ടായിരിക്കും. രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 5:30 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ.